കഥ ഒരിക്കലും മറക്കാനാവാത്ത പ്രണയം. ചില പ്രണയങ്ങൾ വിവാഹത്തിൽ അവസാനിക്കും, ചിലത് ഓർമ്മകളിൽ. പക്ഷേ ഈ പ്രണയം അവസാനിച്ചത് ഒരു കത്തിലാണ്. ആ കത്ത് വായിച്ച നിമിഷം മിഥുൻ്റെ ലോകം മുഴുവൻ തകർന്നു വീണു. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജൂൺ മാസം. തിരുവനന്തപുരം ഗവൺമെൻറ് ആർട്സ് കോളേജിൻ്റെ ആദ്യ ദിവസം. കോളേജിൻ്റെ ഗേറ്റിന് മുന്നിൽ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടി വന്ന മിഥുൻ പെട്ടെന്നൊരാളുമായി കൂട്ടിയിടിച്ചു. കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ നിലത്തേക്ക് വീണു. "സോറി, ഞാൻ കണ്ടില്ല." അവൻ താഴേക്ക് കുനിഞ്ഞ് പുസ്തകങ്ങൾ എടുത്തു കൊടുത്തു. അപ്പോഴാണ് അവൻ ആദ്യമായി അവളുടെ മുഖം കണ്ടത്. വലിയ കണ്ണുകൾ, മഴത്തുള്ളികൾ വീണ മുടിയിഴകൾ, ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി. "ഇത്രയും മഴയാണല്ലോ, ശ്രദ്ധിച്ച് നടക്കാമായിരുന്നില്ലേ?" അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മിഥുൻ ഒന്നും പറയാനാകാതെ നിന്നു. ആ ദിവസം അവളുടെ പേര് മാത്രം മനസ്സിലായി: മീനു. ദിവസങ്ങൾ കടന്നുപോയി. ഒരേ ക്ലാസ്, ഒരേ ലൈബ്രറി, ഒരേ ക്യാൻറ്റീൻ. പതിയെ അവർ നല്ല സുഹൃത്തുക്കളായി. മീനുവിന് പുസ്തകങ്ങൾ വായിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. മിഥുന് ഗിറ്റാർ വായിക്കാനായിരുന്നു ഇഷ്ടം. വൈകുന്നേരങ്ങളിൽ കോളേജിലെ വലിയ ആൽമര ചുവട്ടിലിരുന്ന് അവൻ ഗിറ്റാർ വായിക്കും. മീനു കണ്ണടച്ച് ആ പാട്ട് കേട്ടിരിക്കും. ഒരു ദിവസം നീ വലിയ സംഗീതജ്ഞനാവും," അവൾ പറയും. മിഥുൻ ചിരിക്കും. "അപ്പോൾ എൻ്റെ ആദ്യ പാട്ട് നിനക്കായിരിക്കും." അവൾ നാണത്തോടെ തല താഴ്ത്തും. ആ സൗഹൃദം അധികം വൈകാതെ പ്രണയമായി. ഒരു മഴയുള്ള സായാഹ്നത്തിൽ കോളേജ് ലൈബ്രറിയുടെ പടികളിൽ ഇരിക്കുമ്പോൾ മിഥുൻ പതുക്കെ ചോദിച്ചു: "മീനു, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ?" "പറയൂ." "നിനക്കെന്നെ ഇഷ്ടമാണോ?" മീനു കുറച്ചുനേരം മിണ്ടാതെ നിന്നു. ശേഷം അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു: "നീ ഇത് ചോദിക്കാൻ ഇത്രയും വൈകിയതെന്താ?" മിഥുൻ്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ആ ദിവസം മുതൽ അവർ സ്വപ്നങ്ങൾ നെയ്യാൻ തുടങ്ങി. പഠനം കഴിഞ്ഞാൽ ജോലി, പിന്നെ വിവാഹം, ഒരു ചെറിയ വീട്, വീട്ടുമുറ്റത്ത് ഒരു ഊഞ്ഞാൽ. ഇങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിരുന്നു. അവരുടെ ലോകം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വിധി അവർക്ക് വേണ്ടി മറ്റൊന്നായിരുന്നു കരുതി വച്ചിരുന്നത്. ഒരു ദിവസം മിഥുൻ കോളേജിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും അവനെ വിചിത്രമായി നോക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. സുഹൃത്ത് വിനീത് ഓടി വന്ന് ചോദിച്ചു: "മിഥുൻ, ഇവിടുത്തെ വാർത്ത നീ അറിഞ്ഞില്ലേ?" "എന്ത് വാർത്ത?" "മീനുവിൻ്റെ വിവാഹം ഉറപ്പിച്ചത്രേ." ആ ഒരു വാക്ക് കേട്ടതും മിഥുൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. ഇല്ല, അത് സത്യമാകില്ല. എന്നാൽ അവൻ അറിയാതെ പോയ ഒരു സത്യമുണ്ടായിരുന്നു. ആ സത്യം അവരുടെ പ്രണയം എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോകുകയായിരുന്നു. മീനുവിൻ്റെ വിവാഹം ഉറപ്പിച്ചത്രേ. ആ വാക്ക് മിഥുൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൻ നേരെ മീനുവിനെ തേടി കോളേജിൻ്റെ ലൈബ്രറിയിലേക്ക് ഓടി. പക്ഷേ അവൾ അവിടെയില്ല. ക്യാൻറ്റീനിൽ നോക്കി, ക്ലാസ് മുറിയിൽ നോക്കി. ഒടുവിൽ കോളേജിൻ്റെ പിന്നിലെ ആൽമര ചുവട്ടിൽ അവളെ കണ്ടു. മഴ പെയ്യാൻ തുടങ്ങുകയായിരുന്നു. അവൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കിയായിരുന്നു. "മീനു." അവൻ്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. അവൾ കരഞ്ഞിട്ടുണ്ടെന്ന് മിഥുന് മനസ്സിലായി. "ഒരു കാര്യം ചോദിക്കാനുണ്ട്." "ചോദിക്കൂ." "നിന്റെ വിവാഹം ഉറപ്പിച്ചോ?" കുറച്ചുനേരം അവൾ ഒന്നും പറഞ്ഞില്ല. ശേഷം പതുക്കെ തല കുനിച്ചു. "അതെ." ആ ഒരു വാക്ക് മിഥുൻ്റെ ഹൃദയം തകർത്തു. "അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളോ?" മീനുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീണു. "എന്നോടൊന്നും ചോദിക്കരുത് മിഥുൻ. കാരണം പറയൂ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു?" അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. "നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഇനി നമ്മൾ തമ്മിൽ കാണാൻ പാടില്ല." മിഥുൻ അവളുടെ കയ്യിൽ പിടിച്ചു. "മീനു, നീ എന്നെ സ്നേഹിക്കുന്നില്ലേ?" അവൾ കൈ പതുക്കെ വിടുവിച്ചു. കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു: "ഇല്ല, ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിച്ചിട്ടില്ല." ആ വാക്കുകൾ കേട്ട നിമിഷം മിഥുൻ്റെ ലോകം തകർന്നു വീണു. ഒരു നിമിഷം അവന് ശ്വാസം പോലും എടുക്കാൻ കഴിഞ്ഞില്ല. അവനൊന്നും പറയാതെ അവിടെ നിന്ന് നടന്നു. പിന്നിൽ നിന്ന് മീനു പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. പക്ഷേ അവനത് കണ്ടില്ല. ദിവസങ്ങൾ കടന്നു. മീനു കോളേജിൽ വരാതെയായി. അല്പ ദിവസങ്ങൾക്ക് ശേഷം അവളുടെ വിവാഹം കഴിഞ്ഞെന്ന വാർത്തയും എത്തി. മിഥുൻ പഠനം പൂർത്തിയാക്കിയെങ്കിലും പഴയ മിഥുനല്ലായിരുന്നു. ഗിറ്റാർ പൊടി പിടിച്ചു, പാട്ടുകൾ അവസാനിച്ചു, ചിരി നഷ്ടമായി. പ്രണയം എന്ന വാക്കിനോട് പോലും അവന് വെറുപ്പായി. എന്നെ സ്നേഹിച്ചവൾ ഒരു വാക്കുപോലും പറയാതെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പോയി. അതാണ് അവൻ വിശ്വസിച്ചത്. 7 വർഷങ്ങൾക്ക് ശേഷം മിഥുൻ ഇപ്പോൾ കൊച്ചിയിലെ ഒരു വലിയ കമ്പനിയിൽ ആർക്കിടെക്റ്റ് ആയിരുന്നു. ഒരു വൈകുന്നേരം ഓഫീസ് വിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ്റെ ഫോണിൽ ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നു. "ഹലോ, മിഥുൻ അല്ലേ?" "അതെ, ആരാണ്?" മറുവശത്ത് കുറച്ചുനേരം നിശബ്ദത. പിന്നെ ഒരു സ്ത്രീയുടെ ശബ്ദം: "ഞാൻ മീനുവിൻ്റെ ചേച്ചിയാണ്." മിഥുൻ്റെ ഹൃദയം വീണ്ടും ശക്തിയായി മിടിക്കാൻ തുടങ്ങി. "മീനു?" അവളുടെ പേര് കേട്ടിട്ട് 7 വർഷമായിരുന്നു. എന്താണ് കാര്യം? അപ്പോഴാണ് മറുവശത്ത് നിന്ന് കേട്ട ആ വാക്കുകൾ അവൻ്റെ ജീവിതം വീണ്ടും മാറ്റിമറിച്ചത്. "മിഥുൻ, മീനു ഇപ്പോൾ ആശുപത്രിയിലാണ്. അവൾക്ക് നിന്നെ ഒന്ന് കാണണം." ആ ഒരു വാക്ക് കേട്ടതും മിഥുൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വഴുതിപ്പോയി. പക്ഷേ ആശുപത്രിയിൽ അവനെ കാത്തിരുന്നത് അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സത്യമായിരുന്നു. മിഥുൻ കാർ എത്ര വേഗത്തിലാണ് ഓടിച്ചതെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു. മഴ ശക്തിയായി പെയ്യുകയായിരുന്നു. മനസ്സിൽ ഒരേയൊരു ചോദ്യം: 7 വർഷത്തിന് ശേഷം മീനു എന്നെ എന്തിനായിരിക്കും വിളിച്ചത്? ആശുപത്രിയിലെത്തിയപ്പോൾ ഐസിയുവിന് പുറത്ത് ഒരു സ്ത്രീ നിൽക്കുന്നത് അവൻ കണ്ടു. അത് മീനുവിൻ്റെ ചേച്ചി ദേവികയായിരുന്നു. ദേവികയുടെ കണ്ണുകൾ കരഞ്ഞു ചുവന്നിരുന്നു. "മിഥുൻ." അവൾ പതുക്കെ വിളിച്ചു. "മീനു എവിടെയാണ്?" ദേവിക ഐസിയുവിലേക്ക് വിരൽ ചൂണ്ടി. "അവൾ അകത്തുണ്ട്." മിഥുൻ വേഗത്തിൽ അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. പക്ഷേ ഡോക്ടർ തടഞ്ഞു. "1 മിനിറ്റ്."
അവളുടെ ആരോഗ്യനില വളരെ ഗുരുതരമാണ്. മിഥുൻ്റെ നെഞ്ചിടിപ്പ് കൂടി. എന്താണ് അവൾക്ക് സംഭവിച്ചത്? ഡോക്ടർ ദീർഘനിശ്വാസമെടുത്തു. ക്യാൻസർ. ആ ഒരു വാക്ക് കേട്ടപ്പോൾ മിഥുൻ നിശ്ചലനായി. എന്ത്? കഴിഞ്ഞ 5 വർഷമായി ചികിത്സയിലായിരുന്നു. മിഥുൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ടും ആരും എന്നോടൊന്നും പറഞ്ഞില്ല. ഡോക്ടർ മറുപടി പറഞ്ഞില്ല. അപ്പോൾ ദേവിക അവൻ്റെ അടുത്തേക്ക് വന്നു. അത് മീനുവിൻ്റെ തീരുമാനമായിരുന്നു. എന്തുകൊണ്ട്? ദേവിക കണ്ണുനീർ തുളച്ചു. കാരണം അവൾ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. മിഥുൻ ഞെട്ടി. പക്ഷെ അവൾ പറഞ്ഞത് അത് കള്ളമായിരുന്നു. എന്ത്? നിന്നെ രക്ഷിക്കാനായിരുന്നു. മിഥുൻ ഒന്നും മനസ്സിലാകാതെ നിന്നു. ദേവിക തുടർന്നു. കോളേജിൻ്റെ അവസാന വർഷത്തിലാണ് അവൾക്ക് രോഗം കണ്ടെത്തിയത്. ഡോക്ടർമാർ പറഞ്ഞത് ചികിത്സ നീണ്ടുപോകും, ജീവൻ രക്ഷപ്പെടുമോ എന്ന് പോലും ഉറപ്പില്ല. അപ്പോൾ അവൾ ഒരു തീരുമാനമെടുത്തു. നിന്റെ ജീവിതം തകർക്കാൻ അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾ നിന്നെ വെറുക്കുന്നുവെന്ന് കള്ളം പറഞ്ഞത്. മിഥുൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അപ്പോൾ ആ വിവാഹം? ദേവിക പതുക്കെ തല കുനിച്ചു. അത് സത്യമല്ലായിരുന്നു. എന്ത്? നിന്നെ അവളിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഞങ്ങൾ തന്നെ അങ്ങനൊരു കഥയുണ്ടാക്കി. മിഥുൻ ചുമരിൽ ചാരി നിന്നു. 7 വർഷമായി അവൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ദേഷ്യവും വെറുപ്പും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. പകരം സ്വയം തന്നോടുള്ള കുറ്റബോധം മാത്രം ബാക്കി. അപ്പോഴാണ് ഒരു നേഴ്സ് പുറത്തേക്ക് വന്നത്. മിഥുൻ ആരാണ്? ഞാനാണ്. അവൾക്ക് നിങ്ങളെ കാണണം. മിഥുൻ പതുക്കെ മുറിയിലേക്ക് കയറി. കിടക്കയിൽ കിടക്കുന്ന മീനു മുഖം ക്ഷീണിച്ചിരുന്നു. പക്ഷേ ആ പുഞ്ചിരിക്ക് ഇന്നും ഒരു മാറ്റവുമില്ലായിരുന്നു. അവൾ പതുക്കെ കണ്ണു തുറന്നു. മിഥുനെ കണ്ടപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. അവൾ എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. കൈകൾ വിറച്ചുകൊണ്ട് അവൾ തലയണയുടെ അടിയിലേക്ക് വിരൽ ചൂണ്ടി. മിഥുൻ അവിടെ നോക്കി. ഒരു വെള്ള കവർ. അതിൻ്റെ മുകളിൽ എഴുതിയിരുന്നത് മിഥുന് മാത്രം. അവൻ കവർ കയ്യിലെടുത്തു. അപ്പോഴേക്കും മോണിറ്ററിൽ ശബ്ദം മാറി തുടങ്ങി. മീനുവിൻ്റെ കണ്ണുകൾ പതുക്കെ അടയാൻ തുടങ്ങി. മിഥുൻ ഭയന്ന് അവളുടെ കൈ മുറുകെ പിടിച്ചു. മീനു, ഇല്ല, എന്നെ വിട്ടു പോകരുത്. പക്ഷേ അവൾക്ക് പറയാനുള്ളതെല്ലാം ആ കത്തിൽ എഴുതിയിരുന്നു. ആശുപത്രി മുറിയിൽ നിശബ്ദത നിറഞ്ഞു. ഡോക്ടർമാരും നഴ്സുമാരും ഓടിയെത്തി. മിഥുൻ മീനുവിൻ്റെ കൈ മുറുകെ പിടിച്ച് കരഞ്ഞു. മീനു, കണ്ണു തുറക്കൂ, ഞാൻ വന്നില്ലേ? പക്ഷേ മീനുവിൻ്റെ വിരലുകൾ പതിയെ തണുത്തു. ഡോക്ടർ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം തല താഴ്ത്തി പറഞ്ഞു, ക്ഷമിക്കണം. ആ ഒരു വാക്ക് കേട്ടതോടെ മിഥുൻ പൊട്ടിക്കരഞ്ഞു. അവൻ്റെ കയ്യിൽ ആ വെള്ള കവർ മാത്രമായിരുന്നു. അവൻ വിറക്കുന്ന കൈകളോടെ അത് തുറന്നു. അകത്ത് ഒരു കത്തും ഉണങ്ങിയ ഒരു ചുവന്ന റോസാപ്പൂവും ഉണ്ടായിരുന്നു. അവൻ കത്ത് വായിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട മിഥുൻ, ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ നിന്റെ മുന്നിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് ആദ്യം ഒരു കാര്യം പറയട്ടെ, എന്നോട് ദേഷ്യപ്പെടരുത്. നിന്നെ ഞാൻ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല. നിന്നെ രക്ഷിക്കാനാണ് ഞാൻ എന്നിൽ നിന്ന് അകറ്റിയത്. ഡോക്ടർ എൻ്റെ രോഗത്തെക്കുറിച്ച് പറഞ്ഞ ദിവസം ഞാൻ ആദ്യം ഓർത്തത് നിന്നെയായിരുന്നു. എന്നെ വിവാഹം കഴിച്ചാൽ അവൻ്റെ ജീവിതവും ആശുപത്രിയിലാകും എന്ന ഭയമായിരുന്നു എനിക്ക്. അതിനാലാണ് ഞാൻ കള്ളം പറഞ്ഞത്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഓരോ വാക്കും എൻ്റെ ഹൃദയത്തെ 1000 തവണ മുറിവേൽപ്പിച്ചു. നീ എന്നെ വെറുത്താലും കുഴപ്പമില്ല, പക്ഷേ നീ ജീവിക്കണം, ചിരിക്കണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. ഓർമ്മയുണ്ടോ, കോളേജിലെ ആ ആൽമര ചുവട്ടിൽ നീ പറഞ്ഞിരുന്നു എൻ്റെ ആദ്യ പാട്ട് നിനക്കായിരിക്കുമെന്ന്. ആ പാട്ട് കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ല. പക്ഷേ എവിടെയായാലും ആ പാട്ട് ഞാൻ കേൾക്കും. ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കരുത്. നിന്നെ മനസ്സിലാക്കുന്ന ഒരാൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ അവളെ സ്വീകരിക്കണം. അപ്പോൾ എന്നെ മറന്നു എന്ന് കരുതി കുറ്റബോധം തോന്നരുത്. കാരണം യഥാർത്ഥ പ്രണയം സ്വന്തമാക്കുന്നതിലല്ല, സ്നേഹിക്കുന്ന ആളെ സന്തോഷത്തോടെ കാണുന്നതിലാണ്. അവസാനമായി ഒരു കാര്യം കൂടി. എല്ലാ വർഷവും ജൂൺ 18-ന് മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചിരിയോടെ ആകാശത്തേക്ക് നോക്കണം. അത് ഞാൻ നിനക്കയക്കുന്ന ഒരു ഓർമ്മയായിരിക്കാം. സ്നേഹത്തോടെ എന്നും നിന്റെ മീനു. കത്തിലെ അവസാന വരി വായിച്ചപ്പോൾ മിഥുൻ്റെ കണ്ണുനീർ കത്തിന്മേൽ വീണിരുന്നു. അവൻ ആ ഉണങ്ങിയ റോസാപ്പൂവ് നെഞ്ചോട് ചേർത്തു. 5 ദിവസം കഴിഞ്ഞ് മീനുവിന് ഏറ്റവും ഇഷ്ടമായിരുന്ന കോളേജിലെ ആ ആൽമര ചുവട്ടിൽ മിഥുൻ വീണ്ടും എത്തി. കയ്യിൽ പഴയ ഗിറ്റാർ. 7 വർഷത്തിന് ശേഷം അവൻ വീണ്ടും അത് വായിച്ചു. ആ പാട്ട് മീനുവിന് വേണ്ടി. മഴ പതിയെ പെയ്യാൻ തുടങ്ങി. ആകാശത്തേക്ക് നോക്കി അവൻ ചെറുതായി പുഞ്ചിരിച്ചു. കേൾക്കുന്നുണ്ടല്ലോ? കാറ്റ് മെല്ലെ വീശി. ആൽമരത്തിൻ്റെ ഇലകൾ ശബ്ദമുണ്ടാക്കി. മിഥുന് തോന്നി മീനു എവിടെയോ അടുത്ത് നിന്ന് ആ പാട്ട് കേൾക്കുന്നുവെന്ന്. ആ ദിവസം മുതൽ എല്ലാ വർഷവും ജൂൺ 18-ന് അവൻ അതേ സ്ഥലത്ത് വന്ന് ഒരു പാട്ട് വായിക്കും. ആരെയും കാത്തല്ല, ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രണയത്തിൻ്റെ ഓർമ്മയ്ക്കായി. കാരണം ചില പ്രണയങ്ങൾ ഒന്നിക്കുന്നില്ല, പക്ഷേ ജീവിതകാലം മുഴുവൻ ഹൃദയത്തിൽ ജീവിച്ചിരിക്കും. ചിലർ നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കാനല്ല വരുന്നത്, സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കാനാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി.